പ്രിയ വിദ്യാർത്ഥികളെ, അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന അധ്യായത്തിലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പ്രോഫിറ്റ് ലക്ഷ്യമാക്കി അല്ലാതെ സേവനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലബ്ബ്, സ്കൂൾ, കോളേജ് ഇതൊക്കെ അതിൽ ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് അതല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു സ്ഥാപനത്തിൻ്റെ അത് ഏത് വിഭാഗത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടതാണ് അതിൻ്റെ പ്രത്യേകതകൾ. അപ്പം നമ്മൾ പ്രത്യേകതകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ സ്ഥാപനം ഏത് ടൈപ്പ് സ്ഥാപനമാണ്? നമുക്ക് രണ്ട് രീതിയിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ബിസിനസ് സ്ഥാപനമുണ്ട്, അതേപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഒരു സ്ഥാപനത്തിനെ വിലയിരുത്തുന്നത് എന്ന് അതിൻ്റെ പ്രത്യേകതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെയാണെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രധാനമായും അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങളുടെ മോട്ടീവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മോട്ടീവ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും അതിന് അതിൻ്റെതായ ഒരു മോട്ടീവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ മോട്ടീവ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിച്ച ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതാണ് അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല, പകരം സമൂഹത്തിന് സേവനം നൽകുക എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് മോട്ടീവ് ആയിരിക്കും. അടുത്ത ഇത്തരം സ്ഥാപനങ്ങളെ എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്? ഇത്തരം സ്ഥാപനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് സേവന മനോഭാവത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിലായിരിക്കും. അതായത് ധർമ്മസ്ഥാപനങ്ങൾക്ക് അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല, അത് നമുക്ക് സ്പഷ്ടമാണ്. അപ്പൊ അവരുടെ ലക്ഷ്യം സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സേവനം ചെയ്യാൻ വേണ്ടി രൂപീകരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അത് രൂപീകരിക്കുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന രൂപത്തിലായിരിക്കും. അടുത്ത ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതാരാണ് മാനേജ് ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ പല രീതിയിലുള്ള ബിസിനസ് സ്ഥാപനമുണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്. ഇതിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്ന ആ ബിസിനസ് മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ഓണറാണ്. അതേപോലെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ബിസിനസ് മാനേജ് ചെയ്യുന്നത് പാർട്ട്നേഴ്സാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ്. പക്ഷെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇത്തരം ഒരു സംവിധാനം അല്ല ഉള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ഒരു വായനശാലയിൽ ഒരു മെമ്പറാണെങ്കിൽ അങ്ങനെ കുറേ മെമ്പർമാരുണ്ടായിരിക്കും ഒരു വായനശാലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ക്ലബിന്. അതിന് ആ ക്ലബ്ബ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഈ മെമ്പേഴ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന
പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഉള്ള മെമ്പേഴ്സ് നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കും ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്. അപ്പൊ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത് മെമ്പേഴ്സിൽ നിന്നും സെലക്ട് ചെയ്ത എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. ദാറ്റ് ഇസ് എക്സിക്യൂട്ടീവ് സെലക്ടഡ് ഫ്രം മെമ്പേഴ്സ് ഓഫ് ദാറ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അടുത്ത ഫ്യൂച്ചറിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ എന്താണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഇൻകത്തിന്റെ സോഴ്സ് എന്താണ്? പ്രധാനമായും ഇത്തരം സ്ഥാപനങ്ങളുടെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു വായനശാലയിൽ പോയി മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു കൃത്യമായ എമൗണ്ട് നിങ്ങൾ വായനശാലയിൽ അടയ്ക്കണം. ഇതിനെ പറയുന്നതാണ് വരിസംഖ്യ. അപ്പൊ കൃത്യമായ ഒരു വരിസംഖ്യ അടയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു വരുമാനത്തിന്റെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത്. അതായത് സബ്സ്ക്രിപ്ഷൻ ആണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു വരുമാന മാർഗം. വേറൊന്ന്, ഉദാഹരണം ഒരു ക്ലബിന് കുറച്ച് സ്പോർട്സ് മെറ്റീരിയൽസ് വാങ്ങിക്കണം, അതല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി സംഭാവന കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തരം സംഭാവനകളും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു പ്രധാന വരുമാനമാണ്. മൂന്നാമത്തെ, ലെഗസീസ്. ഏതെങ്കിലും ഒരു വ്യക്തി നിയമപ്രകാരം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് തരാം എന്ന നിയമപ്രകാരം അംഗീകരിച്ച് കിട്ടുന്ന ഒരു എമൗണ്ടിനെ പറയുന്നതാണ് ലെഗസി എന്ന് പറയുന്നത്. ഇതും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. കൂടാതെ ഗ്രാന്റ്, ഗവൺമെന്റിൽ നിന്നും മറ്റും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിന് സഹായങ്ങൾ കിട്ടാറുണ്ട്. ഇത്തരം സഹായങ്ങളെ പറയുന്നതാണ് ഗ്രാന്റ് എന്ന് പറയുന്നത്. ഇതേപോലെ അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് മാച്ച് നടത്തി അതിൽ നമുക്ക് ഇൻകം കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തു, റെന്റ് കിട്ടി. ഇങ്ങനെ പല രീതിയിലും മറ്റ് ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത്തരം ഇൻകങ്ങളെ അതർ ഇൻകം എന്ന് പറയുന്നു. പക്ഷേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ വരുമാനം എന്ന് പറയുന്നത് സെയിൽസ് ആണ് അവരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത്. പക്ഷെ ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവരുടെ വരുമാന മാർഗങ്ങൾ സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസീസ്, ഗ്രാന്റ്, അതേപോലെ മറ്റ് വരുമാനങ്ങൾ മാർഗങ്ങളായിരിക്കും. വേറെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫണ്ട് രണ്ട് രീതിയിലുണ്ട്. ക്യാപിറ്റൽ ഫണ്ടുണ്ട്, ജനറൽ ഫണ്ടുണ്ട്. ക്യാപിറ്റൽ സ്വഭാവമുള്ള ഫണ്ട്, അല്ലെങ്കിൽ ദീർഘകാല പർപ്പസിന് ഉപയോഗിക്കാനുള്ള ഫണ്ട്, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ട്, ഇത്തരം ഫണ്ടുകളൊക്കെ ക്യാപിറ്റൽ ഫണ്ടും, എന്നാൽ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടുകളെ ജനറൽ ഫണ്ട് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അപ്പൊ രണ്ട് രീതിയിലുള്ള ഫണ്ടാണുള്ളത്, ക്യാപിറ്റൽ ഫണ്ടും അതേപോലെ ജനറൽ ഫണ്ടും. വേറൊരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ്. പക്ഷേ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ എയിം പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല എന്നുള്ളത് കൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ടായിരിക്കുന്നില്ല. പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇൻകവും ഉണ്ട്, എക്സ്പെൻസും ഉണ്ട്. അപ്പൊ എങ്ങനെ ആവുമ്പോഴും ചിലപ്പോൾ ഇൻകം കൂടി നിൽക്കാം, ചിലപ്പോൾ എക്സ്പെൻസ് കൂടി നിൽക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇൻകവും എക്സ്പെൻസും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിനെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഒരു പേര് നമ്മൾ നിർദ്ദേശിക്കുന്നു. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവും, അതായത് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണ് ഇൻകം എങ്കിൽ അതിനെ സർപ്ലസ് എന്ന് അറിയപ്പെടുന്നു. തിരിച്ചാണെങ്കിൽ എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ ഇൻകം ആണെങ്കിൽ, അതായത് എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരികയാണെങ്കിൽ ആ ഡിഫറൻസിനെ നമ്മൾ ഡെഫിസിറ്റ് എന്നും പറയുന്നു.
ഇതിനെ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ മോട്ടീവ് എന്ന് പറയുന്നത് സർവീസാണ്. അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രൂപത്തിലാണ്. അത് മാനേജ് ചെയ്യുന്നത് മെമ്പേഴ്സിൽ നിന്ന് എലക്ട് ചെയ്ത ഒരു എക്സിക്യൂട്ടീവാണ്. അതിന്റെ വരുമാന മാർഗം അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസീസ്, ഗ്രാന്റ്, അതർ ഇൻകം. അതേപോലെ അതിന്റെ ഫണ്ട് രണ്ട് രീതിയിലുള്ള ഫണ്ട് ഉണ്ട്. ക്യാപിറ്റൽ ഫണ്ട് ഉണ്ട്, ജനറൽ ഫണ്ട് ഉണ്ട്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സർപ്ലസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം വന്നാൽ സർപ്ലസ് എന്നും, എന്നാൽ ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വന്നാൽ അതിനെ ഡെഫിസിറ്റ് എന്നും പറയുന്നു. അപ്പൊ നമുക്ക് രണ്ട് സ്ഥാപനം നമ്മൾ വിലയിരുത്താൻ കിട്ടി. ഇതേത് ടൈപ്പ് സ്ഥാപനമാണെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഫീച്ചേഴ്സിൽ കൂടെ കടന്നു പോയാൽ അത് ഒരു ബിസിനസ് സ്ഥാപനമാണോ അതോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ മോട്ടീവ് ചോദിച്ചാൽ മതി. ആ മോട്ടീവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മോട്ടീവ് പ്രോഫിറ്റ് ഉണ്ടാക്കലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പിക്കാം അതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതേസമയം സമൂഹത്തിന്റെ നന്മയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു സ്ഥാപനം പറയുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പൊ ഈ ഫീച്ചേഴ്സിൽ കൂടെ നിങ്ങൾ കടന്നുപോയി ഒരു സ്ഥാപനം ബിസിനസ് ഓർഗനൈസേഷൻ ആണോ അതോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രൈ ടു ആൻസർ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാധിക്കും. താങ്ക് യു.